ഹായ് ഹലോ ഫ്രണ്ട്സ്, സൂപ്പർ കൺമണി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ മാനസയെ അവിടെ നിന്ന് ആട്ടി ഇറക്കാണ് കേട്ടോ കൃഷി ചെയ്യുന്നത്. എത്രയും പെട്ടെന്ന് തിരിച്ചു പൊയ്ക്കോ എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം തന്നെ പെട്ടിയും ബാഗൊക്കെ എടുത്തിട്ട് എന്തായാലും മാനസ തിരിച്ചു പോകാനായിട്ട് നിൽക്കുന്നു. കൺമണിയോട് പറയുന്നുണ്ട്, കൺമണി എന്തിനാണ് ഞാൻ ഇനി ഇവിടെ നിൽക്കുന്നത്, ഞാൻ തിരിച്ചു പോവുകയാണ്, കൃഷി പറഞ്ഞത് നീയും കേട്ടതല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ മേഡം പോയാൽ എങ്ങനെയാണെന്ന് ചോദിക്കുമ്പോൾ, ഇനി എനിക്കിവിടെ നിൽക്കാൻ പറ്റില്ല, എന്തായാലും എൻ്റെ കഴുത്തിൽ താലി കെട്ടുന്നത് വരെയുള്ളൂ ഈ കൃഷിൻ്റെ ഈ ചാട്ടം, അത് കഴിഞ്ഞാൽ എല്ലാം ഞാൻ അവസാനിപ്പിച്ച് തരും, പിന്നെ നീയും പോവാൻ നോക്ക് എന്നൊക്കെ പറയുന്നു. ഇല്ല മേഡം, ഇവിടെ കൃപയെ നോക്കാൻ ആരുമില്ല, സാഗർ സാറും സുജാത മേഡം വരുന്നവരെ ഞാൻ ഇവിടെ നിൽക്കുന്ന വാക്ക് കൊടുത്തിട്ടുണ്ട്, ഞാൻ ഇവിടെ നിന്നോളാം, മേഡം പൊയ്ക്കോളൂ എന്ന് പറയുന്നു. എന്നാൽ പിന്നെ അങ്ങനെ ചെയ്യൂ, എന്തായാലും കൃപയെ കാണുന്നില്ലേ മേഡം, ഇപ്പം എനിക്കൊരു മൂഡില്ല കൺമണി, പിന്നെ ആവട്ടെ, എന്തായാലും ഞാൻ പോട്ടെ എന്ന് പറയുന്നു. അങ്ങനെ പോകുന്നു. പക്ഷേ കൺമണിയോട് കൃഷി നന്നായിട്ട് വഴക്കിട്ടത് കാരണം തന്നെ കൺമണിക്ക് നല്ല വിഷമമുണ്ട് കേട്ടോ കൃഷിനോട്. സാറിനെ ഒന്ന് ആശ്വസിപ്പിക്കാമായിരുന്നു എൻ്റെ എന്ന രീതിയിലൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് കൃഷ് അങ്ങോട്ടേക്ക് വരുന്നത്. എന്താ കൺമണി, സോറി എന്ന രീതിയിലൊക്കെ പറഞ്ഞിട്ടാണ് വരുന്നത്. സാർ എന്നെ വഴക്ക് പറഞ്ഞപ്പോൾ ഞാൻ ആകെ വിഷമിച്ചു എന്ന രീതിയിലും കൺമണി അവിടെ പറയുന്നുണ്ട്. എനിക്ക് മനസ്സിലാവും, കൺമണി വെച്ച ഫുഡൊക്കെ 1000 ഭക്ഷണങ്ങൾ എൻ്റെ കൺമുന്നിൽ വെച്ചാലും കൺമണി വയ്ക്കുന്ന ഒരു ഫുഡുണ്ടെങ്കിൽ അതെനിക്ക് പെട്ടെന്ന് തിരിച്ചറിയാനായിട്ട് പറ്റും. അതെന്തുകൊണ്ടാണെന്നറിയോ, എനിക്ക് പ്രിയപ്പെട്ടതിനെ എനിക്ക് തിരിച്ചറിഞ്ഞല്ലേ പറ്റുള്ളൂ കൺമണി എന്ന് പറയുന്നു കേട്ടോ. അതിനുശേഷം തന്നെ കൺമണിക്ക് അപ്പോൾ നല്ല വിഷമം വരുന്നുണ്ട്. മാനസയുടെ പേരും പറഞ്ഞ് കൺമണി എന്തിനാ ഇങ്ങനെ ഓരോന്ന് ചെയ്യുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേനും, കൺമണി എന്തിനാ കരയണ്ട എന്ന് പറയുന്നു. ഞാൻ നിന്നെ വിഷമിക്കാൻ വേണ്ടിയിട്ടല്ല കൺമണി ഇങ്ങനെയൊക്കെ പറഞ്ഞത്, എനിക്ക് വിഷമമായതുകൊണ്ട് മാത്രമാണ് പറഞ്ഞത്, നീ അത് കാര്യമാക്കണ്ട എന്ന് പറയുന്നു. നീ കരയല്ലേ എന്ന് പറഞ്ഞ് കൺമണിയുടെ കണ്ണുകൾ തുടച്ചു കൊടുക്കുന്നു കേട്ടോ ക്രഷ് ചെയ്യുന്നത്. അപ്പോഴത്തേനും കോളിംഗ് ബെൽ അടിക്കുന്നുണ്ട്. അപ്പോഴത്തേനും സാർ അങ്ങോട്ട് പോകണ്ട എന്ന് പറഞ്ഞിട്ട് കൈ കയറി പിടിക്കുക കേട്ടോ കൺമണി ക്രഷിൻ്റെ. അപ്പോൾ കൺമണി നീ വിഷമിക്കണ്ട, കാരണം ജനിച്ചാൽ ഒരിക്കൽ മരിക്കണ്ടേ കൺമണി, അതുകൊണ്ട് പേടിയൊന്നുമില്ല, നീ നിൽക്കവിടെ, ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് പോയി നോക്കുന്നു. ആ സമയത്ത് തന്നെ കൃഷിൻ്റെ പുറകെ തന്നെ കത്തിയുമായിട്ട് കൺമണി ചെല്ലുക കേട്ടോ. കാരണം ഗുണ്ടകൾ ആരെങ്കിലും കൃഷിനെ ആക്രമിക്കാനായിട്ട് വരികയാണെങ്കിൽ അവരെ ശരിയാക്കണം എന്ന ഒറ്റ ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് കൺമണി നിൽക്കുന്നത്. പെട്ടെന്ന് വാതിൽ തുറക്കുന്ന സമയത്ത് സുജാതയും സാഗറിനെയും കേട്ടോ കൃഷി കാണുന്നത്. കൺമണിയാണെങ്കിൽ കത്തി പുറകിലേക്ക് പിടിച്ചിട്ടുണ്ട്. മോളെ നീ ഇവിടെ തന്നെയുണ്ടോ, മോനെ എന്തൊക്കെയാണ്, എവിടെ ആൻറ്റി എന്ന രീതിയിലൊക്കെ കൃഷി ചോദിക്കുമ്പോൾ ആൻറ്റി കുറച്ച് കഴിഞ്ഞിട്ട് വൈകിട്ടേ എത്തുള്ളൂ എന്ന് പറയുകയാണ്. കൃഷി പറയുന്നുണ്ട്, അത് 2 ദിവസമായിട്ട് ഇവിടെ സെക്യൂരിറ്റി പണി കൂടി കൺമണി ചെയ്യുന്നുണ്ട്, ഇവിടെ ഏതൊക്കെ ഗുണ്ടകൾ വന്നിട്ട് ഞങ്ങളെയൊക്കെ ആക്രമിക്കാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുകയാണെന്ന് പറയുന്നു. എൻ്റെ മോളുണ്ടായതുകൊണ്ട് എൻ്റെ കൃപമോൾ രക്ഷപ്പെട്ടത്, കാരണം ഹോസ്പിറ്റലിൽ കണ്ട തന്നെയല്ലേ, കൺമണി ഉള്ളത് കൊണ്ടല്ലേ അന്ന് ആ അപകടം ഒഴിഞ്ഞത്, അങ്ങനെ കൺമണി എപ്പോഴും നമുക്കൊരു കാവലാണ് എന്ന രീതിയിലൊക്കെ സുജാത പറയുന്നുണ്ട്. എന്നിട്ട് പ്രസാദമൊക്കെ കൃഷിനും അതുപോലെ കൺമണിക്കും വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് മാനസ എവിടെ എന്ന് ചോദിക്കുകയാണ്. മാനസ പോയി അമ്മേ എന്ന് പറയുന്നുണ്ട്. അതെന്താ അങ്ങനെ, നിൻ്റെയും അവളുടെയും കല്യാണത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ വഴിപാടും തടസ്സമില്ലാതെ നടക്കണമെന്ന് പറഞ്ഞ് ഞാൻ ചെയ്യിപ്പിച്ചിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. എനിക്ക് അവളെ വേണ്ട എന്ന രീതിയിൽ കൃഷ് സംസാരിക്കുന്നുണ്ട്. കൃഷ്, ഈ അവസാന നിമിഷത്തിൽ നീ അങ്ങനെയൊന്നും പറയാനായിട്ട് പാടില്ല, മാനസ നല്ല കുട്ടിയാണ്, നിനക്ക് അവളെക്കുറിച്ച് മനസ്സിലാവാത്തതുകൊണ്ടാണ്, അവൾ മിടുക്കിയാണെന്ന രീതിയിലൊക്കെ സുജാത പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ കൺമണിയും അതുപോലെ തന്നെ കൃഷി അതെല്ലാം കേട്ട് നിൽക്കുന്നുണ്ട്. സാഗർ വരും, നമുക്ക് കൃപയ്ക്ക് എന്തായാലും പ്രസാദം തൊട്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് കയറ്റി പോകുന്നു കേട്ടോ. അപ്പോഴത്തേനും കൺമണിക്ക് നല്ല വിഷമാവുന്നുണ്ട്, കാരണം ഇവരുടെ കല്യാണം നടക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ സങ്കടമായി. അതിനുശേഷം വീണ്ടും കാണിക്കുന്നത് അമ്മായിമാരെയും ഗോകുലിനെയും അച്ഛനെയൊക്കെയാണ്. അമ്മായിമാർ വന്ന് പറയുന്നുണ്ട്, ഞങ്ങൾക്ക് വരുൺ ശത്രു തന്നെ ആയിരിക്കാം, പക്ഷെ അവൻ്റെ കിടപ്പ് കണ്ടാൽ സഹിക്കില്ല ചേട്ടാ എന്നൊക്കെ പറയുന്നുണ്ട്. അത്രമേൽ അടി കിട്ടിയിട്ടുണ്ട്, ഒരുപാട് ഗുണ്ടകൾ ചേർന്ന് തല്ലിയതാണെന്നാണ് പറഞ്ഞു വരുന്നത്, വലിയ കഷ്ടമായി എന്നൊക്കെ പറയുന്നു. അപ്പോൾ ഗൂഗിൾ പറയുന്നുണ്ട്, എങ്ങനെയാണ് സംഭവിച്ചത് ആർക്കും അറിയാമെന്ന് പറയുന്നു. ഇനി നമുക്ക് എന്തായാലും ആ വരുണിനെ കൊണ്ട് നമ്മുടെ കൺമണിയെ കല്യാണം കഴിപ്പിക്കേണ്ട, അവളുടെ ജീവിതം കൂടി ദുരിതത്തിലാവേണ്ട, അവനൊരു സൈക്കോ ഭ്രാന്തനെ പോലെയാണ് എന്നൊക്കെ പറയുകയാണ്. എന്തായാലും എനിക്കും കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലായി, പക്ഷേ എത്രയും പെട്ടെന്ന് തന്നെ തീരുമാനമൊന്നും എടുക്കാൻ പറ്റില്ലല്ലോ, നമ്മുടെ കയ്യിൽ ആ പൈസ ഇപ്പോൾ ഇല്ലല്ലോ, അതാണ് ഏറ്റവും വലിയ പ്രശ്നം എന്ന് കരുതി നമ്മുടെ കൺമടി മോളുടെ ജീവിതം വെച്ചിട്ട് വേണോ കളിക്കാനേട്ടാ, അത് വേണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. വരട്ടെ കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നു. അപ്പോഴത്തേനും അവിടേക്ക് കൺമണി വരുന്നുണ്ട് കേട്ടോ. കൺമണി വരുമ്പോഴത്തേനും അമ്മായിമാർ പറയുന്നുണ്ട്,
മോള് ഞങ്ങളോട് ഒരു കാര്യം പറയാതെ പോയത് ഞങ്ങൾക്ക് ഒരുപാട് വിഷമമായി. എന്താ മോളെ പറയാത്തത്? കൃഷിൻ്റെ വീട്ടിലേക്കാണ് പോയതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ആരെങ്കിലും എതിർപ്പ് പറയുമോ? കൃപയെ നോക്കാനല്ലേ നീ പോയത്? അതിൻ്റെ ഒരു വിഷമം അമ്മായിമാർക്ക് നല്ല പോലെ ഉണ്ടെന്നൊക്കെ പറയുന്നു. എന്തായാലും അമ്പലത്തിൽ നിന്ന് ഞാൻ കുറച്ച് പ്രസാദം കൊണ്ടുവന്നിട്ടുണ്ട്. ഉണ്ണിയപ്പമാണോ എന്ന് പറഞ്ഞിട്ട് അമ്മായിമാരുടെ കയ്യിൽ കൊടുക്കാട്ടോ ചെയ്യുന്നത്. അയ്യോ, ഉണ്ണിയപ്പം കഴിച്ചിട്ട് എത്ര നാളായി, നല്ല രുചിയുണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും കൂടി പങ്കിട്ട് കഴിക്കാനായിട്ട് പോന്നു. പിന്നെ ഞങ്ങളൊരു കാര്യം തീരുമാനിച്ചിരിക്കുക മോളെക്കുറിച്ച് തന്നെയാണ് ഞങ്ങളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കൃഷിയിൽ നിന്നല്ല, വരുണിൽ നിന്ന് നിന്നെ എത്രയും പെട്ടെന്ന് തന്നെ രക്ഷിക്കണമെന്ന്. കാരണം നമുക്ക് ആ കല്യാണം വേണ്ടാന്ന് വെക്കാനുള്ള തീരുമാനമൊക്കെ ഞങ്ങൾ ഏട്ടനും കൂടി ഏകദേശം തീരുമാനമാക്കിയിട്ടുണ്ടെന്ന രീതിയിലൊക്കെ പറയുന്നുണ്ട്. എന്താ വെച്ചാൽ പറയുന്നതെന്ന് പറയുന്നു. അതൊക്കെ പിന്നീട് സംസാരിക്കാം, മോള് വന്നതേ അല്ലേ ഉള്ളൂ, മോള് പോയി റെസ്റ്റ് എടുക്കുക എന്നൊക്കെ പറയുന്നു. അങ്ങനെ പിന്നെ അമ്മായിമാരും ഒക്കെ പോകുന്നു. പിന്നീട് റൂമിൽ കാണിക്കുന്നുണ്ട്, അവിടെ ഗോകുല് കൺമണിയെ കാണാനായിട്ട് വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, അപ്പ എന്തായാലും ക്രിസ്സാറിൻ്റെ കൂടെ ഇരുന്നപ്പോൾ അപ്പയുടെ മുഖമൊക്കെ ഒന്ന് തെളിഞ്ഞിട്ടുണ്ടല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്താടാ നീ പറയുന്നത്? അപ്പം എന്തായാലും വരുൺ ചേട്ടനുമായിട്ടുള്ള കല്യാണം ഏകദേശം തീരുമാനമായിട്ടുണ്ട്. അദ്ദേഹമായിട്ട് അപ്പയുടെ കല്യാണം നടത്തില്ല എന്ന് തന്നെയാണ് അച്ഛനൊക്കെ പറഞ്ഞു വരുന്നത്. പിന്നെ അമ്മായിമാരും നല്ല സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നുണ്ട് നമ്മുടെ കൂടെ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ കല്യാണം ഒഴിഞ്ഞു പോകും എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ആ പൈസ തിരിച്ചു കൊടുക്കാൻ സാധിക്കില്ലല്ലോടാ എന്ന് പറയുന്നു. അതൊക്കെ എങ്ങനെയെങ്കിലും സാധിക്കും അപ്പ വിഷമിക്കേണ്ട. അപ്പോൾ ഒരു കാര്യം ചെയ്യും, ക്രിസ്സാറിൻ്റെ കൂടെ ജീവിക്കാനാണ് അപ്പ എപ്പോഴും തയ്യാറാവേണ്ടത്. അപ്പയും അത് ക്രിസ്സാറും കൂടി നല്ല ചേർച്ചയാണെന്നൊക്കെ പറയുന്നു. മാത്രമല്ല അപ്പയ്ക്ക് എപ്പോഴും ഒരു സുരക്ഷിതത്വം അവിടെ തന്നെ ഉണ്ടാവുള്ളൂ എന്നൊക്കെ പറയാട്ടോ ചെയ്യുന്ന ഗോകുൽ. എന്താടാ നീ പറയുന്നത്? അതെ, വരുൺ ചേട്ടനുമായിട്ടുള്ള കല്യാണം നമുക്ക് വേണ്ട അപ്പേ എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേനും കൺമണി പറയുന്നുണ്ട്, അല്ലെങ്കിലും ഞാൻ വരുണുമായിട്ട് ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴാണെങ്കിലും വരുണിനെ എനിക്ക് ഒട്ടും തന്നെ പിടിക്കുന്നില്ല. പിന്നെ എങ്ങനെ അയാളുടെ കൂടെ ജീവിക്കും എന്ന് പറയുന്നു. അത് തന്നെയല്ലേ അപ്പേ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, വരുൺ ചേട്ടനായിട്ടുള്ള ഒരു കല്യാണം നമുക്ക് വേണ്ട എന്ന രീതിയിൽ തന്നെ. അതുകൊണ്ടല്ലേ ഞങ്ങളെല്ലാവരും ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നതൊക്കെ പറയുകയാണ്. പക്ഷേ ക്രിഷ് സാറിൻ്റെ കൂടെയാണെങ്കിൽ അപ്പം എന്നും സന്തോഷത്തിലായിരിക്കുമെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് തന്നെ അറിയാം. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കൂടെ മാത്രം അപ്പ ജീവിച്ചാൽ മതി, മറ്റാരുടെ കൂടെയും പോവേണ്ട ആവശ്യമില്ല. അവിടെ ആകുമ്പോൾ അപ്പയ്ക്ക് സുഖമായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. ഭർത്താവിൻ്റെ സ്ഥാനത്ത് ഇനി അപ്പ എപ്പോഴും ക്രിസ്ത്യാനിനെ കുറിച്ച് ആലോചിച്ചാൽ മതി. അതുകൊണ്ട് മാത്രമായിരിക്കാം വരുൺ ചേട്ടൻ ഇട്ടിട്ടുണ്ടായിരുന്ന ആ കല്യാണ മോതിരം അത് ചാടിപ്പോയില്ലേ, അതൊക്കെ ഇതൊരു നിമിത്തമായിരിക്കാം. കാരണം ക്രിസ്സാറും അതുപോലെ അപ്പയും തമ്മിൽ ഒന്നിക്കാൻ വേണ്ടിയിട്ട് ദൈവം ഓരോരോ വഴി തെളിയിച്ചായിരിക്കും എന്ന രീതിയിലൊക്കെ ഗൂഗിൾ പറയാട്ടോ ചെയ്യും. അതുകൊണ്ട് തന്നെ ക്രിസ്സാറിൻ്റെ കൂടെ അപ്പ ജീവിച്ചാൽ മതി, അതെല്ലാവരും സന്തോഷപ്പെടും. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്രിസ്സാറിന് എല്ലാവർക്കും ഇഷ്ടമാണ് അപ്പേ. അതുകൊണ്ട് തന്നെ അപ്പയും ക്രിസ്സാറും തമ്മിലുള്ള വിവാഹമാണ് എത്രയും പെട്ടെന്ന് തന്നെ ഗൂഗിൾ പറയാട്ടോ ചെയ്യുന്നത്.